ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാം ഇൻ മലയാളം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമുക്കൊരു സെർവർ എങ്ങനെയൊക്കെ സ്കെയിൽ ചെയ്യാം, അതിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ്, അതിൻ്റെ ഒരു കോസ്റ്റ് എസ്റ്റിമേഷൻ എന്നൊക്കെയാണ്. അപ്പോൾ അതിൽ RabbitMQ എവിടെ വരുന്നു എന്നുള്ളതാണ്. ആക്ച്വൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെർവർ ഏതൊക്കെ രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നും അതിൻ്റെ യൂസ് കേസസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ നമ്മൾ സെർവർ സ്കെയിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഡെവലപ്പർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്ലസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ, സെർവർ കോസ്റ്റ് എസ്റ്റിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സ്കെയിലിംഗ് ചോയ്സ് ആണ് ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് വർക്കബിൾ ആവുമോ അതല്ലെങ്കിൽ അത് ബ്രേക്ക് ആവുമോ എന്ന കാര്യമൊക്കെ തീരുമാനിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഒരുപാട് സ്റ്റാർട്ടപ്പ് പലപ്പോഴും ഫെയിലായി പോകുന്നത് സെർവർ കോസ്റ്റ് അവർ പ്ലാൻ ചെയ്താലും ഒരുപാട് എക്സീഡ് ചെയ്ത് വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബേസിസിലായിരിക്കും നമ്മളത് ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ബേസിക്കലി രണ്ട് രീതിയിലാണ് ഒരു സെർവർ ഒരു ബാക്ക് എൻഡ് സർവീസൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പ്ലസ് RabbitMQ ഇതിലെവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സിനാരിയോയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് ഒരു സാമ്പിൾ കൂടിയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഓവറോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയാൻ പോകുന്നത് നമുക്ക് സെർവേഴ്സും ബാക്കി കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ആയിരിക്കും നമ്മളിത് പറയുന്നത്. ഇപ്പോൾ സ്കെയിലിംഗ് യുവർ കിച്ചൺ എന്ന് പറഞ്ഞ ഈ ഒരു കാണുന്ന സ്ലൈഡിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ നിങ്ങളൊരു പിസ്സ ഷോപ്പിൻ്റെ ഓണറാണ്. അപ്പോൾ പിസ്സ ഷോപ്പിൽ അറ്റ് പ്രസൻറ്റ് ഒരു 1 ഷെഫ് ഉണ്ട്, ഒരു 1 ഓവനുമാണ്. ഓക്കെ, അപ്പോൾ സഡൻലി നിങ്ങൾക്കൊരു 100 ഓർഡേഴ്സ് ഓൾ ഓഫ് എ സഡൻ വരുന്നു. ഈ 100 ഓർഡേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സെർവർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ നമ്പർ ഓഫ് റിക്വസ്റ്റിനൊക്കെ ഈക്വലൻ്റാണ്. അപ്പോൾ പെട്ടെന്നൊരു സ്പൈക്ക് വന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പൈക്ക് വരുമ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് ഒരു ഷെഫും ഒരു ഓവനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ ഒരു പ്രോബ്ലം ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്കെയിലിംഗ് ആണ്. ഓക്കെ, വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സെനാരിയോയിൽ ഒരു സൂപ്പർ ഷെഫിനെ ആഡ് ചെയ്യും. ഓക്കെ, സോ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ ഷെഫിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. പ്ലസ് നമ്മുടെ ഓവൻ സൈസ് നമ്മൾ കൂട്ടുന്നു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു യൂണിറ്റാണ് നമുക്ക് സ്റ്റില്ലുള്ളൂ. ഓക്കെ, ആ ഒരു യൂണിറ്റിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെക്ക് ഇൻക്രീസ് ചെയ്തിട്ടാണ് വെർട്ടിക്കൽ സ്കെയിലിംഗ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പിസ്സ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഷെഫ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് മേ ബി ആവറേജ് ഷെഫ് ആയിരിക്കും. ഓക്കെ, പക്ഷേ മൾട്ടിപ്പിൾ ഷെഫ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ഷെഫിനെ ആഡ് ചെയ്ത് മൾട്ടിപ്പിൾ ആൾക്കാർ പാരലലി വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലാണ് ആക്ച്വലി നമുക്ക് സെർവേഴ്സും സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലിങ്ങിൻ്റെ കൺസെപ്റ്റ് ഏറ്റവും മിനിമലായിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പാവുന്ന ഒരു എക്സാമ്പിളാണിത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പിസ്സ എക്സാമ്പിളും അതേ കൺസെപ്റ്റ് കമ്പ്യൂട്ടർ വേൾഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സെർവർ സൈഡിലേക്ക് വരുമ്പോൾ സ്കെയിലിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ ബേസിക്കലി ഇതിൻ്റെ സ്പെക്കാണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ സെർവർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു, അത് ഇനീഷ്യലി ഒരു 2 GB അല്ലെങ്കിൽ ഒരു 4 GB റാമിലൊക്കെ ഓടുന്നൊരു സെർവറാണ്. അപ്പോൾ അതിൻ്റെ 2 കോർ CPU ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ലോഡ് കൂടുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വെർട്ടിക്കൽ സ്കെയിലിംഗ് ആണ് ഫസ്റ്റ് ഫേസിൽ. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലൗഡ് പ്രൊവൈഡറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു സെർവർ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്ത് സെർവർ റിബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ കോൺഫിഗറേഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് പോവാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആക്ച്വലി മൾട്ടിപ്പിൾ സെർവേഴ്സ് ആയിരിക്കും ഈ ഒരു ലോഡ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ ചിലപ്പോൾ ഇൻഡിവിജ്വൽ സെർവേഴ്സിൻ്റെ സൈസ് ഒരുപാട് ഹൈ ആയിരിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ലോഡ് വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു സെർവേഴ്സിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ ഒരു കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ചെയ്യാനായിട്ട് ആക്ച്വലി ആർക്കിടെക്ചർ ലെവലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോഡ് ലെവലിൽ കോംപ്ലക്സിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം പക്ഷേ ഓട്ടോ സ്കെയിലിംഗ് ഒക്കെ എനേബിൾ ചെയ്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ ലോഡ് ബാലൻസർ ആയിരിക്കും ലോഡ് മാനേജ് ചെയ്യുന്നത്. അതായത് നമുക്ക് വരുന്ന റിക്വസ്റ്റിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ഈ ഒരു റിക്വസ്റ്റ് ഏത് സെർവർ ക്രോസ് ചെയ്യണം എന്നൊക്കെ ലോഡ് ബാലൻസർ ആയിരിക്കും ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ RabbitMQൻ്റെ പർപ്പസ് നമ്മൾ വരുന്ന വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് ഉള്ളത്. അപ്പോൾ ഈ വെർട്ടിക്കൽ സ്കെയിലിംഗ് ആക്ച്വലി ഓഫ് കോഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ സെർവേഴ്സിലും ബൈ ഡിഫോൾട്ട് വെർട്ടിക്കൽ സ്കെയിലിംഗ് ആയിരിക്കും. ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആക്ച്വലി നമ്മൾ സ്പെഷ്യലി കോൺഫിഗർ ചെയ്ത് അല്ലെങ്കിൽ ലോഡ് ബാലൻസറൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിന് ആക്ച്വലി ഹൊറിസോണ്ടൽ സ്കെയിലിംഗിൽ ഒരുപാട് ടൂൾസും നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലൗഡ് പ്രൊവൈഡർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരുപാട് സർവീസസും അവൈലബിൾ ആണ്. ഓക്കെ, വെർട്ടിക്കൽ സ്കെയിലിംഗ് ബേസിക്കലി നമ്മൾ ഹാർഡ്വെയർ നമുക്ക് രണ്ട് രീതിയിലാണ് പെർഫോമൻസ് ഒരു സെർവറിൽ കൂട്ടേണ്ടി വരിക. ഒന്ന് റാമിനെ ബേസ് ചെയ്തും ഒന്ന് CPU കപ്പാസിറ്റി. അപ്പോൾ അതായിരിക്കും ബേസിക്കലി വെർട്ടിക്കൽ സ്കെയിലിംഗ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിംഗ് കുറച്ചും കൂടി ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർ പവർ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ പിസ്സ എക്സാമ്പിൾ കമ്പയർ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മോർ CPU ആൻഡ് RAM നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആമസോണിൻ്റെ EC2 സെർവർ ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ആമസോണിലൊക്കെ EC2ൽ മൈക്രോ, മിനി, അങ്ങനെയൊക്കെ ലാർജ് എന്നൊക്കെ പറഞ്ഞ പല വേരിയൻ്റ് ഓഫ് സെർവേഴ്സും ഉണ്ട്. അതെന്ന് പറയുന്നത് CPU കോറിൻ്റെ എണ്ണവും പിന്നെ ടോട്ടൽ റാമിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പെർഫോമൻസ് സെർവറിൻ്റെ കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് നമുക്കിത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് ഇത് ബെറ്റർ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം പല കമ്പനീസും ഫെയിൽ ആവുന്നത് അവിടെയാണ്. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 2 GB RAM ഉള്ള ഒരു സെർവർ വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഏറ്റവും ഈസി വേ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്കെയിലിംഗ് വഴി അത് നെക്സ്റ്റ് ഹയസ്റ്റ് സെർവറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കോഡ് ചേഞ്ചോ അല്ലെങ്കിൽ വേറെ നമ്മുടെ കോൺഫിഗറേഷൻ വൈസ് വേറെ കോംപ്ലക്സിറ്റി അതിനില്ല. അതാണ് വെർട്ടിക്കൽ സ്കെയിലിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾ ബേസിക്കലി ആമസോണിലൊക്കെ ആണെങ്കിൽ കൺസോളിൽ പോയി ഇപ്പോൾ റണ്ണിങ് സെർവർ സ്റ്റോപ്പ് ചെയ്തു, അത് അപ്ഗ്രേഡ് ചെയ്ത് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ബൈ ഡിഫോൾട്ട് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ബൈ ഡിഫോൾട്ട് ഒരു സിംഗിൾ സെർവറിലായിരിക്കും റൺ ചെയ്യുന്നത്. അൺലെസ് നമ്മൾ സ്പെസിഫിക്കലി മൾട്ടിപ്പിൾ സെർവറിൽ റൺ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പം ബൈ ഡിഫോൾട്ട് എല്ലാ ആപ്ലിക്കേഷൻസും വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ RabbitMQ യൂസ് ചെയ്ത സെറ്റപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു സ്മോൾ RabbitMQ സെറ്റപ്പ് മതി. പെട്ടെന്നൊരു ട്രാഫിക് സ്പൈക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു PDF ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എൻഡ് പോയിന്റിൽ മാത്രമുള്ള ഒരു കൺജഷനാണ്. ബാക്കി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ എല്ലാ എൻഡ് പോയിൻറ്റ്സും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറച്ച് കൂട്ടിയിട്ട് RabbitMQ ആ സെയിം സെർവറിലായത് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സെയിം സെർവറിൽ തന്നെ RabbitMQയും നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഡ് എൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് ദ വാൾ. അതായത് നമുക്കൊരു സിംഗിൾ കമ്പ്യൂട്ടറിന് ഒരു മാക്സിമം ലിമിറ്റുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ 2 GB 4 GB ആക്കാം, RAM 8 GB ആക്കാം. അങ്ങനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ആമസോണിൻ്റെയൊക്കെ ആക്ച്വലി ലിമിറ്റ് എന്ന് പറയുന്നത് 64 GB അല്ലെങ്കിൽ 128 ഒക്കെയാണ്. RAM നമുക്കൊരു അതിനപ്പുറത്തേക്ക് ആക്ച്വലി കൂട്ടാനായിട്ട് പറ്റില്ല. ഫിസിക്കലി ഒരു കമ്പ്യൂട്ടറിന് നമുക്ക് റാമോ CPU ഒക്കെ ആ ഒരു ലിമിറ്റിന് മുകളിലേക്ക് ഒരിക്കലും കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി ഈ വെർട്ടിക്കൽ സ്കെയിലിംഗ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മളവിടെ സ്റ്റക്കാണ്. പിന്നെ നെക്സ്റ്റ് സ്കെയിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടലി സ്കെയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി നമ്മൾ നേരത്തെ ഈ പിസയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരുപാട് ചെറിയ സെർവേഴ്സ് കണക്റ്റഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് എപ്പോഴും ഒരു ലോഡ് ബാലൻസർ ഉണ്ടാകും. കാരണം ഈ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഈ ലോഡ് ബാലൻസറാണ്
ആക്ച്വലി ഈ റിക്വസ്റ്റ് ഏത് സെർവർ സെർവ് ചെയ്യണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പല മെത്തേഡ്സും ഉണ്ട്. ഏറ്റവും ബിസി ആയിട്ടിരിക്കുന്ന സെർവറിലേക്കായിരിക്കില്ല പുതിയ വരുന്ന റിക്വസ്റ്റ് പോകുന്നത്. കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടിരിക്കുന്ന സെർവറിലേക്കായിരിക്കും പുതിയ റിക്വസ്റ്റ് ഒക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഈ ലോഡ് ബാലൻസറാണ് മാനേജ് ചെയ്യുന്നത്. ഈ ലോഡ് ബാലൻസറൊക്കെ ആക്ച്വലി ഒരു സെപ്പറേറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ട് തന്നെ പറയേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് നമ്മൾ എവിടെ യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ അവൈലബിലിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ സ്കെയിലിങ്ങിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞു. നമ്മൾ മാക്സിമം ലിമിറ്റ് എത്തി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 8 GB ഒക്കെ റാം ആക്കി വെച്ചേക്കുവാണ് ഒരു സെർവർ. ഓക്കെ, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സ്പൈക്ക് വന്നു, നമ്പർ ഓഫ് യൂസേഴ്സ് ഓൾ ഓഫ് എ സഡൻ കൂട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്കെയിൽ ആവാത്തതുകൊണ്ട് 8 GB ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ സെർവർ ഓട്ടോമാറ്റിക്കലി ക്രാഷ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രാഷ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്താണ് ഓൾവേസ് പ്രോൺ ടു ഫെയിലിയർ. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴായിരിക്കും അത് ഫെയിൽ ആവുക എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ലോഡ് മൾട്ടിപ്പിൾ സെർവേഴ്സ് മാനേജ് ചെയ്യും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി പുതിയ സെർവേഴ്സ് സ്പിന്നപ്പ് ചെയ്യാനുള്ള രീതിയിൽ കോൺഫിഗർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ സിസ്റ്റം ഒരു നോർമൽ ലോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ സെർവറിൽ റൺ ചെയ്യും. ലോഡ് കൂടുന്ന സമയത്ത് മേ ബി 5-6 സെർവേഴ്സ് ഓൺ ദ സ്പോട്ടിൽ സ്റ്റാർട്ടായിട്ട് സ്പിന്നപ്പ് ചെയ്ത് ഈ ലോഡ് മാനേജ് ചെയ്യും. ലോഡ് കുറഞ്ഞതിന് ശേഷം വീണ്ടും ബാക്കി ആവശ്യമില്ലാത്ത സെർവേഴ്സ് ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു റിയൽ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ ഓൺലൈൻ കൊമേഴ്സിലൊക്കെ ബ്ലാക്ക് ഫ്രൈഡേ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആമസോണിൽ ബിഗ് ബില്യൺ സെയിൽസൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ലോഡ് എപ്പോഴും ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് വെച്ചിട്ടാണ് ആക്ച്വലി ഒരുപാട് സെർവേഴ്സ് സ്പിന്നപ്പ് ചെയ്തിട്ടാണ് ആ ലോഡ് ആ സമയത്ത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെപ്പോൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഒരു സ്മോൾ ആപ്ലിക്കേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്കെയിലിംഗ് അല്ല ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഫ്രം ഡേ 1 തന്നെ നിങ്ങൾക്ക് അറിയാം നമ്പർ ഓഫ് യൂസേഴ്സ് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഹൈ നമ്പർ ഓഫ് യൂസേഴ്സ് ആക്റ്റീവായിട്ടുള്ള കൺകറൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ RabbitMQ ഇതിനകത്ത് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RabbitMQ മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്കെയിലിംഗ് എപ്പോഴെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ, ആ സെർവർ ക്രാഷ് ആയി കഴിഞ്ഞാൽ RabbitMQ ആ സെർവറിൽ റണ്ണിങ് ആണെങ്കിൽ പോലും ആ ഒരു മെസ്സേജസ് അല്ലെങ്കിൽ RabbitMQ OS ക്രാഷ് ആയി കഴിഞ്ഞാൽ പിന്നെ RabbitMQ ക്രാഷാണ്. ഓക്കെ, അപ്പോൾ ആ മെസ്സേജസ് ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിനാണെങ്കിൽ ഈ RabbitMQൻ്റെ മെസ്സേജ് ഏതെങ്കിലും ഒരു സെർവർ ബിസി ആണെങ്കിൽ തന്നെ ബാക്കി സെർവേഴ്സ് ലോഡ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ബാക്കി മെസ്സേജസ് ഫ്രീ ആവുന്ന സെർവേഴ്സ് പ്രോസസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലോഡ് ബാലൻസർ ഉള്ളത്തോളം കാലം നമുക്ക് ഒരു കാര്യം എൻഷുർ ചെയ്യാം, നമ്മുടെ ഒരു സിസ്റ്റത്തിന് ക്രാഷ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതാണ് ഈ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങും വെർട്ടിക്കൽ സ്കെയിലിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് മണിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഇതിൻ്റെ കോസ്റ്റും ഇത് എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ള ഒരു ക്രൈറ്റീരിയയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവുന്നത് ആക്ച്വലി ഇവിടെയാണ്. ഓക്കെ, വെർട്ടിക്കൽ സ്കെയിലിംഗ് ആക്ച്വലി എക്സ്പെൻസീവ് ആണ് ലോങ് ടൈമിൽ. ഓക്കെ, നിങ്ങൾക്ക് ഒരു 2 GB സെർവർ ഒരു 16 GB-യോ 32 GB ഒക്കെ ആക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ഈസി സ്റ്റെപ്പാണ്. ഒരു 5 മിനിറ്റ്സിൽ സെർവർ അപ്ഗ്രേഡ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം സെർവർ അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് സെർവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു 14 GB അല്ലെങ്കിൽ 16 GB റാമുള്ള ഒരു സെർവർ ഫുൾ ടൈം ഓടുന്നതിനേക്കാൾ എപ്പോഴും കോസ്റ്റ് കുറവായിരിക്കും ഒരു 2 GB ഉള്ള 3 സെർവേഴ്സ് റൺ ചെയ്യുന്നത്. കാരണം നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ പലപ്പോഴും ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സെർവർ എന്നുള്ളത് മേ ബി ഒരു സെർവറായിരിക്കും ഓടുന്നത്. ഓക്കെ, അപ്പോൾ ലോങ് ടൈമിൽ എപ്പോഴും എക്സ്പെൻസീവ് വെർട്ടിക്കൽ സെർവർ ആയിരിക്കും. പക്ഷെ അത് എല്ലാ നമ്മുടെ ലോഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ഒരു നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ കോസ്റ്റ് ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മളൊരു പ്രൈസ് ചാർട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിച്ച് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസിയാണ്. പേ ആസ് യു ഗോ. അതായത് നമ്മൾ ബൈ ഡിഫോൾട്ട് ഒരു 2 സെർവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു
ആമസോണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലോഡ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തേർഡ് സെർവറോ ഫോർത്ത് സെർവറോ സ്റ്റാർട്ട് ആവുന്നു. ഓക്കെ, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വലിയ സെയിൽ നടക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സ്ട്രാ 2 സെർവറിൻ്റെയൊക്കെ ആവശ്യം വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു 2 സെർവർ യൂസ് ചെയ്യുന്ന ആ ഒരു അവേഴ്സിന് മാത്രമായിരിക്കും നമ്മൾ ആ എക്സ്ട്രാ സെർവേഴ്സിൻ്റെ പൈസ പേ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ള സമയം, അതായത് ഇപ്പോൾ യൂസേഴ്സ് ആക്റ്റീവ് അല്ലാത്ത നൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് മണിക്കൂറുണ്ടാവും. ഓക്കെ, ആ സമയത്തൊക്കെ ഈ ഒരു ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ മേ ബി 1-2 സ്മോൾ സെർവേഴ്സ് ആയിരിക്കും ഫുൾ ടൈം റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ബിഗിനറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ വെർട്ടിക്കൽ തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ടെക്നിക്കലി കോംപ്ലക്സിറ്റി കൂടുതലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെർട്ടിക്കലി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഗ്രോ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി ആപ്ലിക്കേഷൻ ത്രൂ റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം മാത്രമാണ് ഹൊറിസോണ്ടലിലേക്ക് സ്കെയിൽ ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ. ഓക്കെ, അൺലെസ് യു ആർ ലൈക്ക് എന്താണ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പോലത്തെ ഒരു കമ്പനി, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഒരു സ്കെയിലബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഹൊറിസോണ്ടൽ തന്നെ വേണം. പക്ഷേ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് പോലത്തെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് വന്ന് യൂസേഴ്സ് എന്തോരം വരുന്നു നമുക്ക് ചിലപ്പോൾ ഇനീഷ്യലി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. അപ്പോൾ ഇതിൽ RabbitMQൻ്റെ ഡിസിഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ സെർവറിൽ, അതായത് വെർട്ടിക്കലി സ്കെയിൽ ചെയ്യുന്ന സെർവറിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ബിഗിനർ ഫേസാണ്. ഓക്കെ, ഈ ബിഗിനർ ഫേസിൽ എന്ന് പറയുന്നത് എപ്പോഴും ലോ ട്രാഫിക് ആയിരിക്കും, ഒരു സെർവർ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുക ആ ഒരു സെയിം സെർവർ തന്നെ RabbitMQൻ്റെ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ ഒരു സെയിം സെർവറിൻ്റെ അകത്ത് തന്നെ ഇത് ക്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഇമെയിൽസ് അയക്കണം, അങ്ങനത്തെ പല കാര്യങ്ങളും RabbitMQൻ്റെ ക്യൂവിലേക്ക് പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇമെയിൽ സെൻഡ് ചെയ്യുന്നു. സോ യൂസറിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, API റെസ്പോൺസ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർവർ ക്രാഷ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് RabbitMQ ക്രാഷ് ആകുന്നു, RabbitMQൻ്റെ ക്യൂ അവിടെ ലോസ്റ്റ് ആകുന്നു. ഓക്കെ, കാരണം വേറെ ബാക്കപ്പ് ഒന്നുമില്ല, കാരണം വേറെ ഒരു ആൾട്ടർനേറ്റീവ് സെർവറൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർ സ്റ്റേജിൽ ഈ ഒരു സിംഗിൾ സെർവറിൽ ഇത് ഈസി ആയിട്ട് ഓടും. പക്ഷേ ആ ഒരു ലിമിറ്റ്, അതിൻ്റെയും ഒരു മാക്സിമം ത്രെഷോൾഡിൽ എത്തുന്ന സമയത്ത് ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ ആക്ച്വലി ലോസ്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ മൾട്ടി സെർവർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സെർവറിലാണെങ്കിൽ, സ്കെയിലിങ്ങിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉള്ള ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി ഒരുപാട് റിക്വസ്റ്റ് വന്നാലും ലോഡ് ആക്ച്വലി മൾട്ടിപ്പിൾ സെർവേഴ്സ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ സെർവർ ഒന്നും ക്രാഷായി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രാഷായി പോകാത്തതുകൊണ്ട് തന്നെ RabbitMQയും എപ്പോഴും ലൈവായിട്ട് റണ്ണിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ RabbitMQൻ്റെ ക്യൂവിലെ ഡാറ്റ എപ്പോഴും സേഫാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സേഫ് ആയതുകൊണ്ട് തന്നെ ഒരു സെർവർ ഫെയിലായി പോയാലും ഈ ക്യൂവിൽ ഡാറ്റ RabbitMQ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ക്യൂവിലെ ഡാറ്റ ബാക്കിയുള്ള സെർവേഴ്സിന് പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നത് ഫോൾട്ട് ടോളറൻ്റ് ആയിട്ടാണ് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ആക്ച്വലി ഫോൾട്ട് ടോളറൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ മൾട്ടിപ്പിൾ സെർവേഴ്സ് ഒരുമിച്ച് റൺ ചെയ്യുന്ന സമയത്ത് ഈവൻ ഇഫ് ഒരു സെർവർ ഡൗൺ ആയാലും നമുക്ക് ഡാറ്റ ലോസ് ഇല്ലാതെയും അല്ലെങ്കിൽ യൂസറിനെ അഫക്റ്റ് ചെയ്യാതെ ബാക്കി സെർവേഴ്സ് ലോഡ് ഹാൻഡിൽ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരിക്കണം ഐഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ലോഡ് കൂടുന്ന സമയത്ത് എപ്പോഴും ക്രാഷസ് ഉണ്ടാവാം, പക്ഷേ ക്രാഷസ് ഉണ്ടായാലും ഡാറ്റ ലോസ് ഇല്ലാതെ യൂസറിനെ അത് അഫക്റ്റ് ചെയ്യാതെ ബാക്കി സെർവേഴ്സ് അത് മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളിൽ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ബിൽ ഷോക്കാണ്. ഓക്കെ, കാരണം ഈ ആമസോണിൽ ഇപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലയൻസിന് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ആമസോണിലേക്ക് ബില്ലാണ്. ഓക്കെ, കാരണം ഇനീഷ്യലി വെർട്ടിക്കൽ സ്കെയിലിംഗ് ചുമ്മാ അങ്ങ് ചെയ്തു പോകും, വേറെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ പലരും അങ്ങ് ചെയ്തു പോകും. അവസാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 64 GB റാമിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളോട് കൊടുത്തേക്കുന്നത്. 64 GB റാമുള്ള വെർട്ടിക്കലി സ്കെയിൽ ചെയ്ത സെർവറിൻ്റെ ഒരു ആവറേജ് ബില്ല് എന്ന് പറയുന്നത് മന്ത്ലി $540 ആണ്. ഓക്കെ, അപ്പോൾ ഈ $540 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. കാരണം നമ്മളൊരു 64 GB റാമുള്ള സെർവർ എടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ യൂസറിന് ലോഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത സമയം ഇപ്പോൾ നൈറ്റ് സമയത്തൊക്കെ യൂസേഴ്സ് ആരും യൂസ് ചെയ്യുന്നില്ലെങ്കിലും സ്റ്റിൽ നമ്മൾ ആ ഒരു 64 GB റാമിൻ്റെ പൈസ ഓൾവേസ് കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമുക്കത് എന്താ പറയുക, ഡൗൺ സൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം നമുക്ക് 64 GB ലോഡ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ അത് ഡൗൺഗ്രേഡ് ചെയ്ത് 32 GB ആക്കി കഴിഞ്ഞാൽ ലോഡ് വരുന്ന സമയത്ത് അത് ക്രാഷ് ആയിപ്പോവും. ഓക്കെ, അല്ലാത്ത സമയത്ത് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ക്രാഷ് ആവുന്ന സമയത്ത് സിസ്റ്റം റീബൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യൂസേഴ്സിന് എപ്പോഴും ഡൗൺ ടൈം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ ആവറേജ് മന്ത്ലി ബില്ല് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് സേവിങ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 64 GB റാം വേണ്ട ഒരു സിറ്റുവേഷനിൽ ഒരു 4 സെർവേഴ്സ് 16 GB റാമുള്ള 4 സെർവേഴ്സ് ആയിരിക്കും സ്പിന്നപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി ലോഡ് വരുന്ന കേസിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഈ 4 സെർവേഴ്സും റൺ ചെയ്യുന്നത്. അല്ലാത്ത സിറ്റുവേഷനിൽ മേ ബി ഒരു സെർവർ മാത്രമായിരിക്കും റൺ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത്തിരി ലോഡ് കൊടുക്കുകയും ചിലപ്പോൾ 2-3 സെർവേഴ്സും സ്പിന്നപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെർവേഴ്സിന് മാത്രമാണ് ആമസോണിലൊക്കെ ആക്ച്വലി നമ്മൾ പൈസ കൊടുത്താൽ മതി. കാരണം സെർവർ ഓഫ് ആണെങ്കിൽ നമ്മളത് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ ബില്ലെന്ന് പറയുന്നത് ഈവൻ ദോ മാക്സിമം നമ്മൾ 64 GB യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും ഈ 64 GB നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ ബില്ലിൽ കമ്പാരിറ്റീവ്ലി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നോട്ട്സൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത നോട്ട്സ് ഓട്ടോ ടേണിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി വരുന്ന ബില്ല് എന്ന് പറയുന്നത് ടോട്ടൽ ഇവിടെ വെർട്ടിക്കൽ സ്കെയിലിൽ വരുന്ന ബില്ലിൻ്റെ ഒരു 50-60% കുറവായിരിക്കും. ഓക്കെ, പലപ്പോഴും ഈ സ്റ്റാർട്ടപ്പിലൊക്കെ വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ആമസോണിൽ ഇതുപോലെ പല സർവീസും ഫയൽ സർവീസ്, ഇമെയിൽ സർവീസ്, അങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ട്. ഈ സർവീസസൊക്കെ ഇതുപോലെ ഫിക്സ്ഡ് ആയിട്ട് അങ്ങ് പർച്ചേസ് ചെയ്ത് വെക്കും. അത് ലോഡ് കൂടുമ്പോൾ അങ്ങ് അപ്ഗ്രേഡ് ചെയ്ത് പോകും. ഓക്കെ, വേറെ ഒന്നും അതിനെപ്പറ്റി ആലോചിക്കില്ല. അപ്പോൾ ഒരു ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷേ സിസ്റ്റം ഒരു മേ ബി 90% ഓഫ് ദ ടൈം ശരിക്കും ഒരു 4 GB റാമിലോ അല്ലെങ്കിൽ 16 GB റാമിലൊക്കെ ഓടേണ്ട സർവീസ് ആയിരിക്കും. വളരെ ഒരു കുറച്ച് സമയത്ത് മാത്രമായിരിക്കും ഈ ഒരു 64 GB റാം യൂസ് ചെയ്യണ പവർ സിസ്റ്റത്തിന് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസോഴ്സ് ശരിക്കും വേസ്റ്റേജ് ആണ്. ഒരു 90% സമയം 2 GB 4 GB ഓടേണ്ട സിസ്റ്റം 64 GB റാമിൽ വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഫിക്സഡ് ഒരു സെർവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഫിക്സഡ് ആയിട്ട് മന്ത്ലി ബില്ലിങ് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആക്ച്വൽ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ജസ്റ്റ് ഒരു സെർവർ മാത്രമായിരിക്കില്ല. ഇമെയിൽ സർവീസ് അല്ലെങ്കിൽ ഇതുപോലെ ഫയൽ സർവീസ്, ആമസോണിലെ S3, അതുപോലെ പല പല സർവീസ്, ഡാറ്റാബേസ് സർവീസ്, RDS, അങ്ങനെ പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി കമ്പൈൻഡ് ബില്ലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ മാസം ലക്ഷങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് സ്കെയിലബിലിറ്റി ചെയ്ത് കറക്റ്റായിട്ട് ഫൈൻ ട്യൂൺ, നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് കറക്റ്റായിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബില്ലെന്നൊക്കെ പറയുന്നത് വളരെ അധികം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ക്ലയൻറ്റിൽ ആക്ച്വലി വന്നൊരു ബില്ലെന്ന് പറയുന്നത് 4 ലക്ഷമൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ സ്കെയിലിംഗ് സൊല്യൂഷൻസ് അപ്ലൈ ചെയ്ത് വന്നപ്പോൾ ആ ഒരു ബില്ലെന്ന് പറയുന്നത് 20,000 30,000 ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു സ്കെയിലബിലിറ്റി ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ഒരു കറക്റ്റ് ഒരു മിനിമൽ ബില്ലിൽ നമുക്ക് ഈ ഒരു സർവീസൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഓവറോൾ 2 types ഓഫ് സ്കെയിലിംഗ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് RabbitMQൻ്റെ ഫർദർ കാര്യങ്ങൾ നോക്കാം.